ഹലോ, സുറൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് കാണിക്കുന്നത് മുട്ടപ്പഴമാണ് കേട്ടോ. മുട്ടപ്പഴത്തിൻ്റെ മരമാണത്. മുട്ടപ്പഴം കണ്ടില്ലേ? അപ്പോൾ ഇത് പൊട്ടിക്കുകയാണ്. കുറച്ച് പറിച്ചെടുത്തിട്ട് നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കാനാണ്. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇത് ചിലർക്ക് മാത്രമേ ഇത് ഇഷ്ടമുണ്ടാവുള്ളൂ. ഇത് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാറുണ്ട്. അവർക്കൊക്കെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഞങ്ങളാദ്യം കഴിച്ചിരുന്നില്ല, ഇപ്പം ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാട്ടോ. ഞങ്ങൾ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കി അതിൽ പലതും ചേർത്ത് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് തോന്നും. ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം, ഒരു കട്ട് ചൊയയുടെ ഒക്കെ പോലെ തോന്നും, കട്ട് ടേസ്റ്റ്. അപ്പോൾ ഇത് വീട്ടിലൊക്കെ അത് കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയാൽ നല്ലതാണ്. കാരണം ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും. കണ്ടില്ലേ, ഇതുമ്പോൾ കുറേ ഉണ്ട് കേട്ടോ. ഇതിനെപ്പറ്റി നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ അറിയാൻ കഴിയും ഈ മുട്ടപ്പഴത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നട്ടു വളർത്തുന്നത് എന്തായാലും നല്ലതാണ്. നമുക്ക് വേറെ വല്ല ഫ്രൂട്ടിലൊക്കെ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് വല്ല ഷേക്ക്, ഐസ്ക്രീം അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വളരെ നല്ലതാണ്. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞതിന് ശേഷം ഞങ്ങളെപ്പോഴും ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുട്ടപ്പഴം ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിവിടെ പറിച്ചു കൊടുന്ന് വെച്ചതിൽ 2 നമ്മൾ നന്നായി പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് നമുക്ക് നല്ലൊരു ഷേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനാവശ്യമായ എന്തൊക്കെ വേണമെന്നുള്ളത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മുട്ടപ്പഴമൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം. നാശാക്കി കളയണ്ട. ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കും ചെയ്യാം. നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ്, നല്ല ഗുണങ്ങൾ ഉള്ള ഫ്രൂട്ടാണിത്. അപ്പോൾ ഇത് കഴിക്കണം. അപ്പോൾ നമ്മളിതിൽ നിന്ന് ഒന്ന് എടുത്തിട്ടാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാനിവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളത്. 1 ലിറ്റർ പാലുണ്ട്, പിന്നെ നമുക്ക് ചെറി ഉണ്ട്, കുറച്ച് കശുവണ്ടി, ഉണക്കമുന്തിരി, പിന്നെ ചോക്ലേറ്റ് പൗഡറാണ് പിന്നെ ഉള്ളത്, പിന്നെ ഇതിലിടാനുള്ളത്, പിന്നെ കുറച്ച് ഈത്തപ്പഴം, ഒരു 3 ഈത്തപ്പഴം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മേലെ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് മറ്റെന്തെങ്കിലും ഇതിൽ ചേർത്തിട്ട് കപ്പലണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രൈ ഫ്രൂട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ എല്ലാതൊന്നും വേണമെന്നില്ല, പാലും മുട്ടപ്പഴം മാത്രം ഉണ്ടായാലും മതി. ഷുഗർ ഇട്ടിട്ട് നമുക്ക് അടിക്കാം. അപ്പോൾ ഇനി അതിൽ ടേസ്റ്റ് പറ്റാത്തൊരു മാങ്ങ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഫ്രൂട്ട് ഇതിൽ ചേർത്തിട്ട് അടിച്ചിട്ട് കഴിക്കുക. എന്നാലും ഇത് നമുക്ക് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ പോഷകഗുണങ്ങൾ പറയുകയാണെങ്കിൽ 100 ഗ്രാം മുട്ടപ്പഴത്തിൽ 74 ഗ്രാം ജലാംശമാണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ 2.1 ഗ്രാം മാംസ്യം അടങ്ങിയിട്ടുണ്ട്. 94 മില്ലിഗ്രാം കാൽസ്യം, 45 മില്ലിഗ്രാം ഫോസ്ഫറസ്, 1.8 മില്ലിഗ്രാം ഇരുമ്പ്, 3 ഗ്രാം പശ്യനാരുകൾ എന്നിവയാണ് ഈ 100 ഗ്രാം മുട്ടപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള അളവുകൾ. പിന്നെ ഇത് വിറ്റാമിൻ സിയുടെ കലവറ തന്നെയാണ്. വിറ്റാമിൻ ബിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ആദ്യം നമുക്കിതൊന്ന് തൊലി കളഞ്ഞെടുക്കണം. അതിനായി നമുക്ക് ഇതൊന്ന് ചെത്തി തൊലി വൃത്തിയാക്കി എടുക്കണം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ തൊലി വളരെയധികം കട്ടി കുറവാണ് ഇതിൻ്റെ തൊലിക്കിട്ട. അതുകൊണ്ട് തന്നെ നമുക്കിത് തൊലി കളഞ്ഞെടുക്കാൻ ഒരു പ്രയാസമില്ല. പെട്ടെന്ന് തൊലി കളയാൻ കഴിയും. ഇതിൻ്റെ സീഡ് മുളപ്പിച്ചിട്ടാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൈ ഒരു 3 വർഷം കഴിഞ്ഞാൽ തന്നെ ഇതുമ്മ ഫ്രൂട്ട് ഉണ്ടായിട്ട് കാണുന്നുണ്ട്. ബാക്കിയുള്ള പഴങ്ങളെ പോലെയല്ല, നന്നായി ഉണ്ടാവും ചെയ്യും, വേഗം ഉണ്ടാവും ചെയ്യും. അപ്പോൾ ഇത് ഇഷ്ടമില്ല എന്ന് കരുതി ആരും നട്ട് പിടിപ്പിക്കാതിരിക്കണ്ട. അത് കിട്ടുകയാണെങ്കിലൊക്കെ സീഡൊക്കെ ഒന്ന് നട്ടിട്ട് മുളപ്പിച്ച് തയ്യാക്കി എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇഷ്ടമാവും. അങ്ങനെയായിരുന്നു ഇവിടെ ഉണ്ടായത്. ഇവിടെ ആദ്യം ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല, ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഷെയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് പല ഫ്രൂട്ടിലും ചേർത്തിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ ശരീരത്തിന് നല്ലതല്ലേ. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ അടിച്ച് കുടിക്കാമല്ലോ. പിന്നെ മറ്റ് പഴങ്ങളെ പോലെ ഇതിനെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇത് ഏത് സമയത്തും ഇതിനെ പോയി സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അല്ലാതെ തന്നെ ഇത് വളർന്നോളും. വളർന്നു വന്നൊരു 3-ാം വർഷം തന്നെ ഇതുമ്പോൾ കായ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ വലിയ പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ നട്ടു കൊടുത്താൽ മതി. പിന്നെ ഈ കടകളിൽ നിന്നൊക്കെ ഷെയ്ക്ക് കഴിക്കുമ്പോൾ നമുക്ക് ഇതിട്ട് തരാറുണ്ട്. അത് നമ്മളറിയില്ല. കുറേശ്ശെ ചേർക്കുമ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് അറിയില്ല. ആദ്യമൊന്നും
എനിക്കത് അറിഞ്ഞിരുന്നില്ല. ഇപ്പം മുട്ടപ്പഴം കഴിക്കുന്നത് കൊണ്ട് ഇത് ഷെയ്ക്കൊക്കെ കുടിക്കുമ്പോൾ, പുറത്തുനിന്ന് കുടിക്കുമ്പോൾ അതിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ആ ടേസ്റ്റ് അറിയുന്ന കാരണം. നമുക്കിതൊന്ന് ഒരു ഗ്ലാസ് ആദ്യം പഞ്ചസാരയില്ലാതെ അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ഇക്കാക്ക് മധുരമില്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പഞ്ചസാരൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ബാക്കി അടിക്കാം. രണ്ട് സീഡുണ്ട് ഇതിൽ, കണ്ടില്ലേ? ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർക്കണം. ഇനി പഞ്ചസാര ചിലർക്ക് മധുരം കുറച്ചേ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് സൂപ്പറായിട്ട് അടിച്ചെടുക്കാം. ഓക്കെ, ഇനി ഇത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ കടന്നും നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കും. കടത്തിൽ ചെറി ഇടണ്ട. അപ്പോൾ എന്താ വെച്ചാൽ ഇക്കാക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് ചെറി ഇടണില്ല കേട്ടോ. ചെറി ഞങ്ങൾ മധുരം കഴിക്കാൻ പറ്റുന്നവർ മാത്രം കഴിക്കുന്നത്. അല്ലാണ്ട് തന്നെ മുട്ടപ്പഴത്തിൽ അത്യാവശ്യം മധുരം ഉണ്ടല്ലോ, പിന്നെ അതിൽ ചെറി ഇടണില്ല. ഇനി നമുക്ക് ഓരോ ടീസ്പൂൺ ചോക്ലേറ്റ് പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുട്ടപ്പഴം വീട്ടിലുള്ളവർ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.